Dear students, project formulation എന്ന യൂണിറ്റ് ആണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് 3 project formulation. Introduction. After gaining knowledge about the current business environment and the role of small scale sector, an enterprising individual can think in terms of taking certain concrete steps for setting up of his own enterprise. At this juncture, the entrepreneur has to decide the most effective and profitable project ideas identified by him in the pre-investment phase. This unit emphasizes is given to various techniques of project formulation. അതായത് ഒരു വ്യക്തി ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ആദ്യം ചെയ്യുന്ന കാര്യം എൻവയോൺമെന്റൽ സ്കാനിംഗ് ആണ്. പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്നു. മൈക്രോ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നു, മാക്രോ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നു, പെസ്റ്റൽ അനാലിസിസ് എല്ലാം ചെയ്യുന്നു. അതിനുശേഷം പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ട്. നമുക്കറിയാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, MSME, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകളിൽ ഏത് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതായത് നമ്മളുടെ മുന്നിൽ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടാവും. പ്രോജക്റ്റ് എ, പ്രോജക്റ്റ് ബി, പ്രോജക്റ്റ് സി, പ്രോജക്റ്റ് ഡി, ഇങ്ങനെ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതിൽ നമ്മൾ ഏറ്റവും നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. ഇപ്പോൾ പ്രോജക്റ്റ് സി ആണ് നമ്മൾക്ക് ആപ്റ്റായി തോന്നുന്നത്, നമ്മൾക്ക് മാക്സിമം ലാഭം കിട്ടുന്നതും ചെലവ് ചുരുങ്ങിയതുമായിട്ടുള്ള പ്രോജക്റ്റ് സി ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ അതിനു മുന്നേ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, പല അനാലിസിസ് നടത്തുന്നു. എക്കണോമിക് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, അതുപോലെ മാർക്കറ്റ് അനാലിസിസ്, പ്രൊഡക്ഷൻ അനാലിസിസ്, ഹ്യൂമൻ റിസോഴ്സ് അനാലിസിസ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് സെലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ പ്രോജക്റ്റ് എന്താണെന്ന് നോക്കാം. പ്രോജക്റ്റ് മീനിങ്. Project is an investment opportunity or any program of action exploited for profit. It is an investment proposal carried out according to a scientific plan in order to achieve a definite objective within a specified period of time and cost. പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്, നിക്ഷേപ അവസരമാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിലുള്ള പണം നിക്ഷേപിക്കാനുള്ള ഒരു അവസരമാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ബിസിനസ്സിനെയും പോലെ ഒരു പ്രോജക്റ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതും പ്രോഫിറ്റ് തന്നെയാണ്, ലാഭം ഉണ്ടാക്കാനാണ് നമ്മൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലാണ്, നിക്ഷേപ അവസരം തന്നെയാണ്. അതിൻ്റെ എല്ലാം ഉദ്ദേശം ഒരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. നമുക്കൊരു ലക്ഷ്യമുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതൊരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക തന്നെയാണ്. അങ്ങനെ ഒരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ് നമ്മൾക്കുണ്ട്. അതിനൊരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ്, ഒരു കുറച്ച് സമയമെടുക്കും ആ പ്രോജക്റ്റ് ചെയ്യാനായിട്ട്. ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും, ഒരു കാലാവധി ഉണ്ടാവും, അതുപോലെ കുറച്ച് പണം നമുക്ക് അതിനായി ചിലവാകുന്നുണ്ട്, നമ്മൾ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, ചിലവുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്, നിക്ഷേപിക്കാനുള്ള ഒരു അവസരമാണ്. ഇവിടെ നമ്മൾക്ക് പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം, ഒരു ടൈമും കോസ്റ്റും എല്ലാം ഉണ്ടാവുന്നുണ്ട്, ഒരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ് ലക്ഷ്യം നമ്മൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോജക്റ്റ് ആണ്. പ്രോജക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, പ്രോജക്റ്റ് ഈസ് എ വെൽ പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓർ ഇക്കണോമിക് ആക്ടിവിറ്റി. പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ പണം ചെലവാക്കി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണല്ലോ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഇക്കണോമിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറെ പണം നമ്മൾ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓർ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്
പ്രോജക്റ്റ് എന്ന് പറയുന്നത്. വെൽ പ്ലാൻഡ് ആയിരിക്കും. നമ്മൾ മുൻകൂട്ടി തന്നെ എല്ലാ കാര്യവും തീരുമാനിച്ച് ഉള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് പ്രോജക്റ്റ്. സെക്കൻഡ് പോയിന്റ്, വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ് ഗ്രൂപ്പ്സ്. നമ്മൾ ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഒരു ലക്ഷ്യമുണ്ടാവും. നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നതിനെല്ലാം ഉദ്ദേശം ഈ പറഞ്ഞ പോലെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. പ്രോഫിറ്റ് എന്നുള്ള എയിമും നമ്മൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ്, ലക്ഷ്യം നമ്മുടെ മുന്നേ തന്നെ തീരുമാനിച്ച ഒരു ലക്ഷ്യം നമ്മൾക്കുണ്ട്. അതുപോലെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ്, നമ്മൾ ഇന്ന ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് അതിലേക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്യുന്നത്. തേർഡ് പോയിന്റ്, ടൈം ബൗണ്ട് ആക്ഷൻ പ്രോഗ്രാം ഫോർ ഇംപ്ലിമെന്റേഷൻ. നമ്മൾ ഈ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു ടൈം ബൗണ്ട് ആക്ഷൻ പ്രോഗ്രാമാണ്, സമയബന്ധിതമാണ്. നമ്മൾക്ക് ഡ്യൂറേഷൻ തീരുമാനിക്കും. ഇപ്പോൾ ഒരു 3 മാസത്തെ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ പ്രോജക്റ്റ്, ഒരു വർഷത്തെ പ്രോജക്റ്റ്, അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡ്യൂറേഷൻ തീരുമാനിച്ച് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടൈം ബൗണ്ട് ആക്ഷൻ ആണ്. ആ ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കണം. അതാണ് ടൈം ബൗണ്ട് ആക്ഷൻ പ്രോഗ്രാം എന്ന് പറയാനുള്ള കാരണം. ഫോർത്ത് പോയിന്റ്, ലിങ്കിങ് പ്രോജക്റ്റ് ആക്ടിവിറ്റി വിത്ത് ഇൻപുട്സ്, സപ്ലൈ, മാർക്കറ്റിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. നമ്മുടെ പ്രോജക്റ്റ് ആക്ടിവിറ്റീനെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റും. അതായത് ഇൻപുട്സ് ഉണ്ടാവും, അവിടെ സപ്ലൈ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴേ നമ്മൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അതായത് പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇങ്ങനെയെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമേ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും, അടിസ്ഥാന സൗകര്യങ്ങളും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമാണ്. അസസ്മെന്റ് ഓഫ് വയബിലിറ്റി ബൈ സിസ്റ്റമാറ്റിക്കലി എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ്. ഇതിൽ പറയുന്നത് നമ്മൾ ആ പ്രോജക്റ്റ് വയബിൾ ആണോ അല്ലയോ, അതായത് ആ പ്രോജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ, നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നോക്കുന്നത് 2 കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ്, കോസ്റ്റും ബെനിഫിറ്റ്സും. ആ പ്രോജക്റ്റിന്റെ ചെലവും ആ പ്രോജക്റ്റിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും, ഈ 2 കാര്യങ്ങളും കൺസിഡർ ചെയ്യും. ചെലവ് കൂടുതലും അതേസമയം ബെനിഫിറ്റ്സ് കുറവാകുമ്പോൾ നമുക്ക് നഷ്ടമാണ്, നമ്മൾ ആ പ്രോജക്റ്റ് ഒരിക്കലും സെലക്ട് ചെയ്യില്ല. അതേസമയം കോസ്റ്റ് കുറവും ബെനിഫിറ്റ്സ് മാക്സിമം നല്ല ലാഭം ഉള്ളതാണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് തീർച്ചയായും സെലക്ട് ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, കോസ്റ്റും ബെനിഫിറ്റ്സും കമ്പയർ ചെയ്തിട്ടാണ് ആ പ്രോജക്റ്റ്, അത് നമ്മൾ ആദ്യം തന്നെ കോസ്റ്റും ബെനിഫിറ്റ്സും ആദ്യം തന്നെ എസ്റ്റിമേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ആ പ്രോജക്റ്റ് വയബിൾ ആണോ അല്ലയോ, ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ്, അതേസമയം ലോ കോസ്റ്റും ആയിരിക്കണം, ചെലവ് ചുരുങ്ങിയതും മാക്സിമം പ്രോഫിറ്റും ഉള്ള ആ ഒരു പ്രോജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ്, സിസ്റ്റമാറ്റിക് സ്കീം ഫോർ ഷെഡ്യൂളിംഗ് ആൻഡ് മോണിറ്ററിംഗ്. അതായത് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് മോണിറ്റർ ചെയ്തിട്ടാണ് മുൻപോട്ട് പോകുന്നത്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യും, വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്തിട്ട് എന്തോ ആയിക്കോട്ടെ പറഞ്ഞ് വിടില്ല, നമ്മൾ എപ്പോഴും അതിനെ ചെക്ക് ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നടക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് മോണിറ്ററിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഷെഡ്യൂളിംഗ് പറഞ്ഞാൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട്, നമ്മൾ എക്സാമിന് നമ്മൾ ടൈം ടേബിൾ ഇട്ട് പഠിക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഈ പ്രോജക്റ്റിലും ടൈം ടേബിൾ പ്രകാരം ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ഫുൾ വർക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്യും. എല്ലാ കാര്യവും വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും നമ്മൾ പ്രോജക്റ്റിൽ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോജക്റ്റിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോജക്റ്റ്. First point, project is a well-planned investment or economic activity. Second point, well-defined objectives and target groups. Third point, time-bound action program for implementation. Fourth point, linking project activity with inputs, supply, marketing and infrastructural facilities. Fifth point, assessment of viability by systematically estimating the cost and benefits. Sixth point, systematic scheme for scheduling and monitoring.